ഇപ്പൊ അടുത്തിടെ ഒരു ബസ്സിലൊരു വിഷയമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷിഞ്ചിത ദീപക് വിഷയമാണ്. അപ്പൊ ഷിഞ്ചിത ഒരു വീഡിയോ എടുത്തതിനെ തുടർന്നിട്ട് ദീപക് ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അതിപ്പോ സിഞ്ചിത അങ്ങനെ വീഡിയോ എടുത്തപ്പോ അങ്ങനെ ദീപക്കിന് വേണ്ട കാര്യമൊന്നുമില്ല. ദീപക്കിന് കേസ് കൊടുക്കാം, നിയമങ്ങളുണ്ട്. ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിപ്പിക്കുക. അതൊക്കെ ന്യായമായ കാര്യങ്ങളൊക്കെ നേരെ കിടക്കണ്ട. ഓടിച്ച ചെയ്യലല്ല അതിന് പരിഹാരം. അച്ഛനും അമ്മയ്ക്കും ആരോ ഉള്ളതെന്ന് ചിന്തിച്ചോ? പിന്നെ ഒരു നിമിഷം അത് ഓർത്തോ? എൻ്റെ ഇത്രയും വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ആരോ ഉള്ളേ എന്നൊരു നിമിഷം ചിന്തിച്ചെങ്കിൽ ഈ വക പണികൾ ചെയ്യോ? അപ്പൊ അതൊന്നും നോർക്കാണ്ട് ഓടിപ്പോയി. കാരണം ആ വീഡിയോയില് കാര്യമായിട്ടൊന്നുമില്ല. ഈ ദീപക് എന്ന് പറയുന്ന ആള് പുറംതിരിഞ്ഞാണ് നിക്കുന്നത്. അയാള് ഈ ഫ്രണ്ട് വശവും കൂടി അല്ല എടുത്തേക്കണത്. അയാൾക്കുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഇത്തിരി ഭാരമുള്ളതായിരുന്നു. അപ്പൊ ഈ നമ്മള് ബസ്സിൽ കയറുമ്പോ നമുക്കറിയാം ബസ് ബ്രേക്ക് ഇടുമ്പോഴും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി അറിയാതെ ചിലപ്പോ ഒന്ന് തട്ടിയിട്ടുണ്ട്. തട്ടിയ ഇതൊന്നും അതിനകത്ത് കാണാനില്ല, ഒന്നും കാണാനില്ല. പിന്നെ എന്തിനാ അങ്ങനെ ഓടി ചെയ്ത്? അപ്പൊ ദീപക്കിന് ഈ പണി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അത് തന്നെ ഈ പണി ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് അഭിപ്രായം. കാരണം ഒരു ഭീരുവാണ് ഓടിപ്പോയിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതിനെ ഇപ്പൊ നമ്മൾക്ക് എതിരെ ഒരു സാഹചര്യങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റാണ് കോടതി പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിടാനാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വന്ന സ്ഥിതിക്ക് അപ്പൊ തന്നെ ഇതിന്റെ ഒരു സത്യാവസ്ഥ തെളിയാനായിട്ട് ദീപക്കിന് വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതാരോടും ഒന്നും പറയാണ്ട് ഇത് ചെയ്തത് മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അതാണ് ജീവൻ അങ്ങോട്ട് ഭരിച്ചു കളഞ്ഞു. അതെ, കാരണം അതൊരു ഒറ്റ മോനാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അച്ഛനും അമ്മേനെയും ഒരു സഹായത്തിന് വേറെ ആളില്ലാത്ത ഇതൊന്നും ചിന്തിക്കാതെയാണ് ദീപക് പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. വയസ്സാം കാലത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങായി നിൽക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്ത് കൊടുക്കാൻ ഒരു ആള് എന്നുള്ള നിലയിൽ ഇപ്പൊ ആരും ഇല്ലാണ്ടായില്ല. അപ്പൊ ദീപക് ചെയ്തത് ബുദ്ധിമോശാണ്. ഇനി ആരെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം നേരിടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏത് സാഹചര്യമായാലും ധൈര്യപൂർവ്വം അതിനെ നേരിടുക. 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 തരം അഭിപ്രായം പറയും. അമ്മേനെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ അഭിപ്രായങ്ങൾ വരും. അഭിപ്രായങ്ങളല്ല നമ്മുടെ ജീവിതം. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താരീതി ഉണ്ട്. അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്തോ ഒരു വീഡിയോ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഇങ്ങനെ ചെയ്തത് നമ്മൾ ഇതിനോട് അനുകൂലിക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിനെ ഓർക്കണ്ടേ? കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരോള്ള വല്ല പെണ്ണുങ്ങളും വല്ലതും ചെയ്തു എന്നും പറഞ്ഞാൽ അതിനൊപ്പം നേരിടണം. അല്ലാതെ ഓടിപ്പോയി ഭീരുക്കളെ പോലെ. അതെ, സാഹചര്യത്തെ നമ്മൾ ഫേസ് ചെയ്യണം. അത് ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാണ്. നമുക്ക് ദൈവം തന്ന ആയുസ് അത് ജീവിക്കണവരെ നമ്മള് കാത്തുസൂക്ഷിച്ചു. ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഒരിക്കലും ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യരുത് മോനെ. ഒറ്റ മക്കളും ഇങ്ങനെ ചെയ്യരുത്. അത് തെറ്റ് തന്നെയാണ്. ആ ബസ്സിലൊന്നും കാണാനൊന്നുമില്ല. ആ ഫോട്ടത്തിലൊന്നും തട്ടേമുട്ടൊന്നും ചെയ്യണത് കാണില്ല. അവള് വീഡിയോ എടുത്തത് എന്തിനാണാവോ? അതിനെ കൊടുക്കാനായിരിക്കും. പക്ഷെ അപ്പൊ അതിനെ നേരിടണവൻ. അതാണ് വേണ്ടിയിരുന്നത്, നേരിടണമായിരുന്നു. ഓടിച്ചെന്ന് ബീരുവിനെ പോലെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യല്ല വേണ്ടിയിരുന്നത്. ആ തന്തയ്ക്കും തള്ളയ്ക്കും നല്ലൊരു ചെക്കനായിരുന്നു. കുടുംബ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാം, നമ്മളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം ദീപക് കാണിച്ചില്ല. അതാണ് ഉണ്ടായത്. അത് കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അവള് ചെയ്ത തെറ്റിന് അവളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. ഇപ്പൊ ഒരു ജീവൻ പൊലിഞ്ഞപ്പോ അവൾക്ക് കുറെ ശിക്ഷ കിട്ടി എന്നത് കാര്യമില്ല. പോരും. കാശുണ്ടെങ്കിൽ ചിലപ്പോ ഇറങ്ങിപ്പോരാ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു അഡ്വക്കേറ്റും കാശുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം അറിയാലോ. അപ്പൊ പോയപ്പോ ആർക്ക് പോയി? ഒരു ജീവൻ അങ്ങോട്ട് പോയി.
അതാണ് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഇനി അത്ര ഉള്ളൊരു മോനെ എവിടുന്ന് കിട്ടാനാ? ഇനി ആ ഒരു മകന്റെ ഒരു ഇല്ലായ്മ നികത്താന് ആർക്കെങ്കിലും കഴിയോ? ഇല്ല. ആ മകന് പകരം വെക്കാൻ വേറൊരാളെ കൊണ്ടും ആവൂല, വേറൊരാളും ആവൂല.